മലയാളത്തിൽ ഇപ്പൊ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലുകളെ എല്ലാം പൊട്ടിച്ചുകൊണ്ട് ഒരു സൂപ്പർ സീരിയൽ വരാൻ പോവാണ്. അതിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് ആക്ടറും ആക്ട്രസും ആയിട്ടുള്ള രണ്ട് പേരാണ്. നിങ്ങൾ അറിഞ്ഞോ പുതുതായിട്ട് സീരിയൽ വരാൻ പോകുന്നത്? നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിലാണ് വരുന്നത്. പ്രൊമോ ചെറുതായിട്ട് ഏഷ്യാനെറ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. ഏത് സീരിയലിന്റെ റീമേക്ക് ആണ്, അതോടൊപ്പം ആരാണ് ആ നായകനും നായികയും? നിങ്ങൾക്ക് മലയാളികൾക്ക് ഏറെ സുപരിചിതരായിട്ടുള്ള രണ്ട് പേരാണ്. ഈ സീരിയൽ ശരിക്കും കത്തിപ്പിടിക്കും. ഏഷ്യാനെറ്റിലെ ബാക്കി എല്ലാ സീരിയലുകളെയും കടത്തി വെട്ടിക്കൊണ്ട് ഇത് 1-ാം നമ്പർ പൊസിഷനിലോട്ട് ഹൈ റേറ്റിംഗോട് കൂടി എത്തുന്ന തുടക്കത്തിൽ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം അത്രയധികം രണ്ട് പ്രിയപ്പെട്ട താരങ്ങളാണ് വീണ്ടും മിനി സ്ക്രീനിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത്. ആ സീരിയലിന്റെ അപ്ഡേഷനിലോട്ട് നമുക്ക് പോവാം. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇപ്പം നിലവിൽ ഏഷ്യാനെറ്റിൽ ഒത്തിരി സീരിയൽസ് ഉണ്ട്. പുതുതായിട്ട് ഒരു സീരിയൽ കൂടി വരാൻ പോവാണ്. ഇവർ വിവാഹിതരായാൽ എന്നാണ് സീരിയലിന്റെ പേര്. അതിന്റെ ടാഗ് കരാറിൽ ഇല്ലാത്ത ബന്ധങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ടാഗ് വരുന്നത്. ഇത് ആക്ച്വലി ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺട്രാക്ട് മാരേജ് ആണെന്നാണ്. ഇതിന് ചെറിയൊരു 15 സെക്കൻഡ് ഉള്ള ഒരു ടീസർ മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം ഈ സീരിയലിൽ ആക്ച്വലി അഭിനയിക്കാൻ പോകുന്ന ആരാണെന്ന് അറിയാമോ? നമ്മുടെ സ്വന്തം നിഖിൽ നായരാണ്. അതായത് മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സീരിയൽ ആയിട്ടുള്ള അമ്മ അറിയാതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അമ്മ അറിയാതെയിലൂടെ മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ തിളങ്ങി നിന്ന നിഖിൽ നായർ. അമ്മ അറിയാതെയിലെ അമ്പാടി അല്ലേ, അമ്പാടി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരുന്ന നിഖിൽ നായരാണ് ഈ സീരിയലിലെ മെയിൻ ലീഡ്. ഓപ്പോസിറ്റ് ആരാണെന്ന് അറിയാമോ? സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒരു സൂപ്പർ താരം എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് മാളവിക വെയിൽസ്. അതേ മക്കളെ, മാളവിക വെയിൽസ് ആണ്. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഒരു കോംബോ ഭയങ്കര ഒരു വെറിത്തനമാട്ടമായിരിക്കും വരാൻ പോകുന്നത്. കാരണം രണ്ടുപേരും സൗത്ത് ഇന്ത്യയിലെ പല പല ഭാഷകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇപ്പൊ മാളവികയുടെ ആണെങ്കിലും മലയാളത്തില് നമുക്കറിയാം മഞ്ഞിൽ വിരിഞ്ഞ പൂവ്, മഴവിൽ മനോരമയിൽ വന്നിട്ട് പോലും അത്രയും സക്സസ് ആയ ഒരു സീരിയലാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവ്. അതുപോലെ തന്നെ സൂര്യ ടിവിയിലെ ഡബ്ഡ് വെർഷൻ ആയിട്ടുള്ള നന്ദിനി, അതിനകത്ത് മെയിൻ റോളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ പറയുന്ന മാളവിക വെയിൽസ്. അതുപോലെ തന്നെ തമിഴിൽ ഒത്തിരി സീരിയലുകൾ തെലുങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നിഖിൽ നായറിനെ കുറിച്ച് ഞാൻ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരൻ തെലുങ്കനാണ്. അവിടെ നിന്ന് ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുവാണ് പുള്ളി. ഇപ്പൊ കഴിഞ്ഞ തെലുങ്ക് ബിഗ് ബോസ് സീസൺ 9 കഴിഞ്ഞിട്ടാണ് പുള്ളി നിൽക്കുന്നത്. അവിടെയും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന നിഖിൽ നായർ. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ കോംബോയിലാണ് ഈ ഇവർ വിവാഹിതരായാൽ കരാറിലില്ലാത്ത ബന്ധങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സീരിയൽ വരാൻ പോകുന്നത്. ശരിക്കും രണ്ടുപേർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ഫാൻസ് അല്ലെങ്കിൽ ഒരു ആരാധക വൃന്ദം രണ്ടുപേർക്കും ഉണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം ഉറപ്പായിട്ട് ഈ സീരിയലിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത് സക്സസ് ആവും. ഇപ്പൊ നിലവിലുള്ള സീരിയലുകൾ നമുക്കറിയാം, മഴതോരും മുൻപേ, ചെമ്പനീർ പൂവ്, അല്ലെങ്കിൽ എന്താ പറയാ കാറ്റത്തെ കളിക്കൂട്, ഇതൊക്കെയാണ് ട്രെൻഡിങ്. നമ്മുടെ ഏഷ്യാനെറ്റിലെ ഭയങ്കര ട്രെൻഡിങ് റേറ്റിംഗ് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന സീരിയൽ ഇതൊക്കെയാണ്. പക്ഷെ ഈ സീരിയലുകളെ എല്ലാം മറികടക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ. കാരണം ഇവരുടെ രണ്ടുപേരുടെയും ഫാൻ ബേസ് അത്രത്തോളമാണ്. രണ്ടുപേരും ടാലന്റും കാലിബറും ഉള്ള ആൾക്കാരാണ്. രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുമ്പോഴത്തേക്കും ഇവരുടെ കോംബോ കെമിസ്ട്രി മാത്രമല്ല ഒരു കല്യാണമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. സോ ഇറ്റ് വിൽ ബി സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ. ഈ സീരിയലിന് മുന്നേ സ്വർഗപുത്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് ടൈറ്റിൽ ചെയ്ത് വരാനായിട്ട് ഇരുന്നത്. പക്ഷെ ഇപ്പോഴാണ് ഇത് ഇവർ വിവാഹിതരായാലെന്ന് പറഞ്ഞൊരു ടൈറ്റിലോട്ട് എത്തിയത്. ശരിക്കും ഇവരുടെ കോംബോ ഹിറ്റാവും. ഒത്തിരി പേര് ഇത് ഏറ്റെടുക്കും. നിലവിലെ ഏഷ്യാനെറ്റ് സീരിയലുകൾക്ക് ഒരു വെല്ലുവിളി തന്നെ ആയിരിക്കും. അത്യാവശ്യം റൊമാൻറ്റിക് സീനുകളും പിന്നെ ഇപ്പൊ നമുക്കറിയാം ഒത്തിരി സീരിയലുകളെ ലാഗാക്കി കൊണ്ടുപോകുന്നുണ്ട്. ആ ലെവലിലൊക്കെ കൊണ്ടുപോകാതിരുന്നു കഴിഞ്ഞാൽ ഇത് സൂപ്പർ ഹിറ്റ് സീരിയൽ ആകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരെ പറയാനുള്ളത്? മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഇപ്പൊ നിലവിലുള്ളതിൽ നിങ്ങളുടെ ഫേവറേറ്റ് സീരിയൽ ഏതാണെന്നും പറയുക. അപ്പൊ ഇതുപോലത്തെ ടെലിവിഷൻ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പൊ തന്നെ മടിക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പൊ അതുവരേക്കും ബൈ.